ഈ ആഴ്ച ഞങ്ങൾക്ക് ഇവിടെ ലോങ് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഈ ലോങ് വീക്കെൻഡ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് വന്നപ്പം ജുവാനയുടെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചു. എന്നാൽ ഇവിടെ ഒരു ക്യാറ്റ് കഫേ ഉണ്ട്, അവിടെ പോകാമെന്ന് വെച്ചു. ഞാനിതുവരെ ക്യാറ്റ് കഫേയിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പോലും ഇതിനെക്കുറിച്ച്. എന്നെപ്പോലെ ക്യാറ്റ് കഫേ എന്താണെന്ന് അറിയത്തില്ലാത്തവരോടായി പറയാവേ. ഈ ക്യാറ്റ് കഫേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഫേയാണ്. ചെറുതായിട്ട് കാപ്പിയും ചെറിയ സ്നാക്കും ഒക്കെ കൊടുക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചായക്കട പോലെ ചെറിയ സെറ്റപ്പ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ക്യാറ്റിന് വേണ്ടി ഒരു വൻ സെറ്റപ്പും കാണും. അതായത് ക്യാറ്റ്സിന് ഉള്ളൊരു സ്പെഷ്യൽ പ്ലേസ്, അവർക്ക് കഴിക്കാനുള്ളതും അവർക്ക് ഉറങ്ങാനുള്ളതും, അവരെ ഏറ്റവും പോഷ് ആൻഡ് ലഷ്യൂറിയസ് ആയിട്ട് കണ്ടില്ലേ, ഇത് ക്യാറ്റ് നടക്കുന്ന സ്ഥലമായി കാണുന്നത്. അപ്പം ഇത് ഇവർക്ക് കളിക്കാനും ഇരിക്കാനും കിടക്കാനും ഉള്ള സ്ഥലം. അതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് ഇരിക്കാനും 2-3 ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതിൻ്റെതിലും ക്യാറ്റ് ഇരിക്കാം. അപ്പം ഈ ക്യാറ്റ്സൊക്കെ എന്ന് പറയുന്നത് ഇവർ തന്നെ ഓൺ ചെയ്തേക്കുന്ന കുറച്ച് ക്യാറ്റ്സ് ഉണ്ട്. അതുകൂടാതെ ഇവർ ഈ റെസ്ക്യൂ ഹോമിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കുറേ എണ്ണത്തിൽ. അതായത് നമുക്ക് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അഡോപ്റ്റ് ചെയ്യാം, അതിനുള്ളതും കൂടെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരാൾക്ക് എൻട്രി ചെയ്യണമെങ്കിൽ $16 കൊടുക്കണം ഈ സ്ഥലത്തോട്ട് കയറണമെങ്കിൽ. അപ്പോൾ കുട്ടി 45 മിനിറ്റാണ് കേട്ടോ സമയം തന്നിരുന്നത്. അപ്പോൾ 45 മിനിറ്റ് കൊണ്ട് നമുക്ക് കണ്ട് കളിച്ച് ഇറങ്ങാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാപ്പിയൊക്കെ മേടിച്ചു. ഇവിടെ എനിക്കൊന്ന് കാപ്പിക്ക് ഇവിടെ വില കൂടുതലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് പിള്ളേർ കളിക്കുന്ന സമയത്ത് പേരൻസിൻ്റെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കാം 45 മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പൂച്ചയൊക്കെ ഇല്ലേ, ഇതിനെയൊക്കെ ഓരോ പേരുകളുണ്ട്. അപ്പം നമ്മൾക്ക് ആദ്യം കയറിയെടുത്ത് കണ്ടില്ലേ പൂ ഒട്ടിച്ചേക്കുന്ന കണ്ടില്ലേ ക്യാറ്റിൻ്റെ. സോ ഓരോ പൂച്ചകൾക്കും ഓരോ ക്യാരക്ടറുണ്ട്. ഞാൻ കാണിച്ച ആ വെള്ളപ്പൂച്ചയില്ലേ, അതാണ് മാനേജർ. 2 മാനേജേഴ്സ് എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ. അങ്ങനെ 2-3 പൂച്ചകൾ ഇവരുടെ ഓണർഷിപ്പിലുള്ള പൂച്ചകളെ ഇവർ കൊടുക്കുകയില്ല. ബാക്കി എല്ലാ അഡോപ്ഷൻ ഇട്ടേക്കുന്ന പൂച്ചകളാണ്. അപ്പോൾ പൂച്ചകൾ ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. അതിൻ്റെ അകത്ത് ആൾക്കാരുടെയൊക്കെ എടുത്ത് വരും. പിന്നെ പലതും ഉറങ്ങുമായിരുന്നു. അതിൻ്റെ അകത്ത് ഇനീഷ്യലി നമുക്ക് കയറുമ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കേൾപ്പിക്കും. അതിൻ്റെ അകത്ത് ക്യാറ്റ്സ് ഉറങ്ങുവാണെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുഞ്ഞു പിള്ളേരൊക്കെ ചെന്ന് ഉറങ്ങുന്ന പൂച്ചയൊക്കെ വിളിച്ചെണീപ്പിക്കുന്നുണ്ടായിരുന്നു, പ്രശ്നമൊന്നുമില്ല. അപ്പം പൂച്ചകൾക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് രസകരമായൊരു ഗെയിമും കൂടി ഇതിൻ്റെ അകത്തുണ്ടേ. ഇതിൻ്റെ അകത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരു ക്യാറ്റിൻ്റെ വിസ്കർ, അതായത് മീശയില്ലേ, എവിടെന്നെങ്കിലും ഒരെണ്ണം പെറുക്കി എടുത്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കുട്ടികൾക്ക് ട്രീറ്റ് കൊടുക്കും. ഈ പൂച്ചയ്ക്കുള്ള ഭക്ഷണം ട്രീറ്റാണ്, ചെറുതായിട്ടൊരു പാത്രത്തിൽ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞ് പൂച്ചകൾ പിന്നെ ഇവരുടെ അടുത്തുനിന്ന് പോവുകയില്ല. അങ്ങനെ ജുവാനയും ഫ്രണ്ടും കൂടെ പോയിട്ട് അവിടെ നിന്ന് എങ്ങാണ്ട് പെറുക്കി എടുത്തു വരണം. ഒരെണ്ണം എടുത്തുകൊണ്ട് ഇവർക്ക് ട്രീറ്റ് കിട്ടി. പിന്നെ ഇവർ ട്രീറ്റ് കൊടുത്തു തുടങ്ങിയോടെ പൂച്ചകളെല്ലാം ഇവരുടെ കൂടെ കൂടാൻ തുടങ്ങി. അപ്പം കുറച്ചുകൂടെ രസമായി. പിന്നെ ഇവർ അവിടെ മുഴുവൻ മീശ തപ്പി നടന്നു, പക്ഷെ ഒരു മീശ പോലും കിട്ടിയില്ല പിന്നീട്. അപ്പം പിന്നെ ഒരു 2-3 പൂച്ചകൾ ഞങ്ങൾ പോരുന്നിടം വരെ ഇത് കണ്ടില്ല കിടക്കുന്നത്, ഇതുപോലെ കിടക്കുമായിരുന്നു ഉറക്കം. എന്ന് വെച്ചാൽ ഫുള്ളി AC ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റ് മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്തേക്കുക. നമുക്ക് തന്നെ അതിൻ്റെ അത് കിടന്ന ഉറക്കം വരും, പിന്നെയല്ലേ പൂച്ചകൾക്ക്. അപ്പം പൂച്ചയ്ക്കൊക്കെ ഭയങ്കര ഹൈ ലഷ്യൂറിയസ് ലൈഫാണ്. മുകളിലൊരു നിലയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ പിള്ളേർക്ക് എൻട്രി ഇല്ല. 10 ഇയേഴ്സിൽ താഴെയുള്ളവർക്ക് അതിന് മുകളിലായിട്ട് പോകാൻ പറ്റിയല്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ചെറിയ പിള്ളേരൊക്കെ താഴെ തന്നെ ഇരിക്കും. മുകളിൽ പോയാലും ഇതുപോലെ തന്നെ 2-3 ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അതിൽ 2-3 പൂച്ചകളും ഉണ്ട്. ഇന്ന് ജുവാനയുടെ ഈ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. സാധാരണ ഇവർ 3 പേരായിട്ടാണ് പോകുന്നത്, 2 ഹാനമാരും പിന്നെ ജുവാനയും. അപ്പം ഇവരെല്ലാം ഭയങ്കര പെറ്റ് ലവേഴ്സാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ട്രീറ്റ് കിട്ടിയപ്പം തന്നെ പൂച്ചകളെല്ലാം കൂടെ ഒന്നിച്ച് കൂടാൻ തുടങ്ങിയിട്ടില്ലേ. അവിടെ ചെന്നപ്പോൾ കിട്ടിയതാ കുഞ്ഞു കൊച്ചിനെ. ആ കൊച്ചും ഭയങ്കര ഒരു പൂച്ച സ്നേഹിയാണ്. അപ്പോൾ ഇവർ പൂച്ചകളെ ട്രീറ്റൊക്കെ എടുത്ത് മടി കയറ്റി തുടങ്ങി. സ്ഥലം നല്ല ക്ലീൻ ആൻഡ് ടൈഡിയാണ്. നമുക്ക് അകത്തേക്ക് ഷൂസ് ഒന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റിയല്ല. ഷൂസ് ഒന്നെങ്കിൽ വെളിയിൽ ഊരിയിടണം, അല്ലെങ്കിൽ ഷൂ കവർ ഇട്ടേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. 45 മിനിറ്റ് പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. കുട്ടികൾ ഇതിൻ്റെ അകത്തോട് ഓടി നടന്ന് ഈ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ജുവാനയ്ക്കൊക്കെ കുറച്ച് നേരം കൂടെ അവിടെ നിന്നാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ ഇറക്കി വിട്ടു. 45 മിനിറ്റ് സമയമുള്ളൂ. ഇനിയും വേണമെങ്കിൽ വീണ്ടും $16 മുടക്കണം. അത്രയ്ക്കൊന്നും പറ്റുകയില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അവർ ഇങ്ങനെ കണ്ടോ, റെസ്ക്യൂ എന്നുള്ള ചില പൂച്ചകൾക്കും പെട്ടെന്ന് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യില്ല. അതിനുവേണ്ടി ഇങ്ങനെ ഇവർ പൂച്ചകൾക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ചില പൂച്ചകളൊക്കെ അവരെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്.
ഞാൻ എടുത്ത കുറച്ച് പിക്ചേഴ്സാണ് ഇതിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ അവിടെ ഹൈഡ് ചെയ്തിരിക്കും. ഇവരെന്നിട്ട് ഇതിൻ്റെ അകത്തെ ജോലിക്കാരില്ലേ, അവർ പോയി ഹൈഡ് ചെയ്യുന്ന സ്പേസ് ചെയ്യുന്ന ഇവരെ വെളിയിൽ ഇറക്കാൻ നോക്കും. പിന്നെ ആൾക്കാരെ, പിള്ളേരെയൊക്കെയാണ് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ പൂച്ചകൾക്ക് കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് ഇടപെടാനൊരു അവസരം കൊടുക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഹാനയുടെ അമ്മയ്ക്ക് പൂച്ചകളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരത്തെ അകത്ത് കയറിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് പിള്ളേരെ തന്നെ കയറ്റി വിടാൻ പറ്റുകയില്ല. ഏതെങ്കിലും ഒരു അഡൽട്ട് കയറിയിരിക്കണം. പിന്നെ എനിക്ക് പൂച്ചകളോട് ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്ക് അനിമൽസിനെയൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും കയറി. ജുവാന എന്ന് പറയുന്നത്, ജുവാനയ്ക്ക് മോസ്റ്റ്ലി അവൾക്ക് ഇഷ്ടം ഡോഗ്സിനെയാണ്. അവൾ എപ്പോഴും ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഡോഗിനെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഡോഗിനെ തൽക്കാലം നമുക്ക് മേടിച്ചു കൊടുക്കാനുള്ള നിവൃത്തിയില്ല. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് പെറ്റ് ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നല്ലതാട്ടോ. കുറച്ച് നേരം കൊണ്ടുപോയി കളിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാമല്ലോ. ഞങ്ങൾ പോയത് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്താണ്. പക്ഷെ മെൻഹാറ്റനിലൊക്കെ കാറ്റ് കഫേ ഉണ്ടെന്നാണ് അവിടെ കണ്ട ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഹാനയുടെ അമ്മയാണ് ഈ കാറ്റ് കഫേയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് തന്നെ. അവർ പറയുമായിരുന്നു സിംഗപ്പൂരൊക്കെ കാറ്റ് കഫേയൊക്കെ ഒരുപാട് കാറ്റ് കഫേ ഉണ്ടെന്ന്. പക്ഷേ ഞാനിവിടെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കാം. അല്ല, ഇതാദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാറ്റ് കഫേ പോയത്. കാറ്റ് കഫേ എന്ന് ഞാൻ പറഞ്ഞില്ലേ, കാപ്പി തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം ഞങ്ങൾ സ്നാക്ക് കഴിക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി ക്രീപ്പാണ് കഴിച്ചത്. പലതരത്തിലെ ക്രീപ്പുകൾ കിട്ടും. ഫ്രൂട്ട്സ് വെച്ചിട്ട് കിട്ടും, മീറ്റ് വെച്ചിട്ട് കിട്ടും. സോ വേണ്ട ടോപ്പിങ്സ് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. വേഗം തന്നെ അവർ ക്രീപ്പ് ഉണ്ടാക്കി തരും. ക്രീപ്പ് കഴിച്ചിറങ്ങിയപ്പോഴത്തേനും രണ്ടുപേരും അടുത്തത് തീരുമാനിച്ചു പാർക്കിലേക്ക് പോകാമെന്ന്. അപ്പം പിറ്റേ ദിവസം മെമ്മോറിയൽ ഡേ ആണ്. അവിടുത്തെ ഈ പാർക്കിലെ പ്ലാൻസ് നമുക്ക് സ്പോൺസർ ചെയ്യാവുന്നുള്ളൂ. ആരോ സ്പോൺസർ ചെയ്തൊരു പ്ലാന്റ് അത്. പാർക്കിൽ പോയി കുറച്ച് നേരം ചെളിയിലൊക്കെ കളിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം മെമ്മോറിയൽ ഡേ ആയതുകൊണ്ട് നമുക്ക് അന്നും അവധിയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മെമ്മോറിയൽ ഡേ പരേഡ് കാണാൻ പോകാൻ തീരുമാനിച്ചു. കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അതിൻ്റെ അകത്തെ.
എഴുതിയിട്ടുണ്ടല്ലോ. എന്നാ ക്ലബ്ബാ? താഴെ എഴുതിയിട്ടുണ്ടോ ക്ലബ്ബ്? നമ്മുടെ വില്ലേജ് ഓർഗനൈസ് ചെയ്ത പരേഡാണിത്. ഇവിടുത്തെ ഈ മെയിൻ സ്ഥാപനങ്ങളൊക്കെ, ഇവിടെ ഒരു മെർച്ചൻ്റ് മറൈൻ അക്കാഡമി ഉണ്ട്. അപ്പോൾ അവരാണ് ആദ്യം പോയത്. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് മോളിൽ പോയി. അപ്പോൾ ഇന്ന് മെമ്മോറിയൽ ഡേ ഒക്കെ അല്ലേ, അപ്പം മോളിലും കുറച്ച് ഓഫറുകളൊക്കെ കാണും, അതൊക്കെ നോക്കാൻ പോയി. ഇവരെങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം കയറുന്ന ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലാണ്. അവിടുത്തെ പെർഫ്യൂം അടിച്ച് നോക്കുക, പലതരത്തിലുള്ള ഹാൻഡ് സോപ്പുകൾ എടുത്ത് കൈ കഴുകുക. അവിടെ ടാപ്പും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം തുറന്നുവിട്ട് കൈ കഴുകിയിരിക്കുക അവിടെ പരിപാടി. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി, അവർക്ക് അടുത്തത് വിശക്കുന്നെന്ന് പറഞ്ഞു. ഉച്ചയാറായി നേരം. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇവർക്ക് പോകേണ്ട അടുത്ത കടയെന്ന് പറയുന്നത് ലഷ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അതായത് ഈ കടയിൽ കിട്ടുന്നത് ഹാൻഡ് മെയ്ഡ് സോപ്പ്, ബബിൾസ്, ബാത്ത് ബോംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് സ്പാ ഐറ്റംസും ഉണ്ട്. അപ്പം ഇവിടെ ചെന്നപ്പോൾ ഇവർക്ക് ഈ ബാത്ത് ബോംസ് കണ്ടപ്പം ഭയങ്കര ഇതെല്ലാം മേടിക്കണമെന്ന്. അപ്പോൾ അവിടെയുള്ള ഒരു പുള്ളിക്കാരത്തി പറഞ്ഞു, എന്നാൽ പിന്നെ ഇവരോട് 3 പേർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം ബാത്ത് ബോംബിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു, ഫ്രീ ആയിട്ട്. ഒരെണ്ണം എടുത്ത് അവിടെ തന്നെ ഇതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് ഇട്ട് കളിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർ 3 പേരുടെ ഫൈനലി ഒരെണ്ണം. Oh wait, no, he shall ride to the depths. And then first mark? Okay. അവർ തന്നെ അവിടുത്തെ വാഷ് ബേസിനിൽ വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി. എന്നിട്ട് ഇവർ ബാത്ത് ബോംബ് അതിൻ്റെ അകത്തിട്ട് അത് മെൽറ്റ് ആകുന്നതൊക്കെ കണ്ട് കുറേ നേരം കളിച്ചു. ഇവിടുത്തെ കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് എത്രമാത്രം സമയം വേണമല്ലോ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം. എന്തൊക്കെ ഇപ്പം ടോയ് ഒക്കെ എടുത്ത് പിള്ളേർ അതിൻ്റെ അകത്തിരുന്ന് കളിക്കും, ചില ബുക്സൊക്കെ എടുത്ത് പിള്ളേർ അതിൻ്റെ അകത്തിരുന്ന് വായിക്കും. എങ്കിലും അതൊന്നും മേടിക്കണമെന്നൊന്നുമില്ല, ആരും നമ്മളെ ഇമ്പോസ് ചെയ്യല്ല അത് മേടിക്കണം, മേടിച്ചില്ലേ ഇറക്കി വിടും, അങ്ങനത്തെ പരിപാടിയേ ഇല്ല ഇവിടെ. അങ്ങനെ 3-4 മണിക്കൂർ ഇങ്ങനത്തെ പല പല കടകളിൽ കയറി ഇറങ്ങി അവസാനം മനുഷ്യൻ്റെ കാലും നടുവും വേദനയായപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇങ്ങനെ ലോങ് വീക്കെൻഡ് തീർന്നു.